ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കുന്നത് ഒരു മുൻവർഷ ചോദ്യപേപ്പറാണ്. 10th ലെവൽ എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാഗർ പരികർമ്മ എന്ന പരിപാടിയുമായി ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. ബന്ധമില്ലാത്ത ഒന്ന് മാത്രമാണ്. അപ്പോൾ സാഗർ പരികർമ്മ എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടത് ആസാദി കാ അമൃത് മഹോത്സവ്, എല്ലാ മത്സ്യത്തൊഴിലാളികളോടും ഐക്യം, സമുദ്ര ആവാസ് വ്യവസ്ഥയുടെ സംരക്ഷണം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ഏതാണ് കേരള സഹായഹസ്തം പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? കേരള സഹായഹസ്തം പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് 1ഉം 3ഉമാണ്. സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് പലിശരഹിത വായ്പ നൽകുക, ടൂറിസം മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് യാതൊരു ഈടും ഇല്ലാതെ 10,000 രൂപ വായ്പ നൽകുക. അടുത്ത ക്വസ്റ്റ്യൻ, 2022 മാർച്ച് 4 അന്തരിച്ച ലോകപ്രശസ്ത ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ഷെയ്ൻ ബോൺ ആണ്. 2022 ഫെബ്രുവരി 14 ഇന്ത്യയുമായി പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ PSLV-C-52 ബഹിരാകാശത്ത് എത്തിച്ച ഉപഗ്രഹം ഭൗമ നിരീക്ഷണ ഉപഗ്രഹം EOS-04. ബുക്കർ പ്രൈസിനെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ശരിയല്ലാത്ത പ്രസ്താവന 4 മാത്രമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആരുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥം ആണ് ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപ നാണയം പുറത്തിറക്കിയത്? വിജയരാജ സിന്ധ്യ. 2023 അന്താരാഷ്ട്ര വർഷമായാണ് UN പ്രഖ്യാപിച്ചത്. ഏത് അന്താരാഷ്ട്ര വർഷമായാണ്? അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം. 15ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ആരാണ്? PJ ജോസഫ് ആണ്. കേരളത്തിൽ ആദ്യമായി കൊറോണ സാർസ് വൈറസ് സ്ഥിരീകരിച്ച ജില്ല തൃശ്ശൂർ ആണ്. വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു ഉഷ്ണകാലമാണ്. ദേശീയ ജലപാത 1 ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ഹാൽഡിയ, അലഹബാദ്. ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഇലപൊഴിയും കാടുകൾ. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായ D ആണ്. പരുത്തി കൃഷി ചെയ്യുന്ന മേഖലയാണിത് എന്നത് തെറ്റായതാണ്. ഇന്ത്യയിലെ പീഠഭൂമികളിലെ വലിപ്പം കൂടിയത് ഡെക്കാൻ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയത്. താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ വായിച്ച് വിള ഏതെന്ന് കണ്ടെത്തുക. ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള റാബി വിളയാണ്. 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപവും 75 സെൻറ്റിമീറ്റർ മഴയും ആവശ്യമാണ്. ഇതാണ് ഗോതമ്പ്. വടക്കുകിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം കിഴക്കൻ തീരസമതലമാണ്. തഞ്ചാവൂർ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? കാവേരി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നതാണ് തഞ്ചാവൂർ. ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളെയാണ്? ഉത്തരാഖണ്ഡ് ടിബറ്റിനെയാണ് ബന്ധിപ്പിക്കുന്നത്. ലിപുലേഖ് ചുരം ഉത്തരാഖണ്ഡ് ടിബറ്റിനെ ബന്ധിപ്പിക്കുന്നു. ചുവടെ തന്നിരിക്കുന്ന നദികളെ അറബിക്കടലിൽ പതിക്കുന്നവ? സിന്ധു, നർമ്മദ, പെരിയാർ. സിന്ധു, നർമ്മദ, പെരിയാർ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 21A. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ അരുൺ കുമാർ മിശ്ര. താഴെ പറയുന്ന ഏത് തത്വമാണ് 42ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? സോഷ്യലിസം. ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ചെയർമാനെ കൂടാതെ പ്രസിഡന്റിന് എത്ര വിവരാവകാശ കമ്മീഷണർമാരെ കൂടി നിയമിക്കാൻ കഴിയും? 10. ബച്ചുവൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സമൂഹ പരിഷ്കർത്താവാണ് കൈലാഷ് സത്യാർത്ഥി. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? ബംഗാളി. ഇന്ത്യ ഗവൺമെൻറ് രൂപയുടെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ചത് 2010 ജൂലൈ 15. മൗലിക കടമകൾ ഏത് വിദേശ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത്? സോവിയറ്റ് യൂണിയൻ. കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന 2ഉം 3ഉമാണ്. ശരിയായ പ്രസ്താവന 2005 വിവരാവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചു. താഴെ പറയുന്ന ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സംവിധാനം നിലനിൽക്കുന്നത്? മഹാരാഷ്ട്ര. മഹാത്മാഗാന്ധിയെക്കുറിച്ച് താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ ജോഡി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. 1915 ജാനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. 1915 ജാനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തി. കോൺഗ്രസിലെ മിതവാദികളുടെ പട്ടികയിൽ നിന്ന് ശരിയായ ജോഡി. ബാലഗംഗാധര തിലകും ലാലാ ലജ്പത് റായുമാണ് മിതവാദികളുടെ പട്ടികയിൽ.
1919 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി. ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസാക്കിയ റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടതാണിത്. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ ടാഗോർ സാസ് സ്ഥാനം ഉപേക്ഷിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണവും ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം. 1956 നവംബർ 1-ാം തീയതി ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1857 കലാപവുമായി ബന്ധപ്പെട്ട് കേന്ദ്രങ്ങളും അവിടുത്തെ കലാപ നേതാക്കളും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഝാൻസി റാണി ലക്ഷ്മിബായി, കാൺപൂർ നാനാ സാഹിബ്. താഴെ തന്നിരിക്കുന്ന സാമൂഹ്യ മത പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ, ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക. മുംബൈ മുതൽ താനെ വരെയുള്ള ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ലൈൻ നിർമ്മിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യ സംയോജന പ്രക്രിയയിൽ പങ്കുവഹിച്ച വ്യക്തിയുടെ ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ജോഡി എന്ന് പറയുന്നത് VP മേനോൻ, സർദാർ വല്ലഭായ് പട്ടേലുമാണ്. രവീന്ദ്രനാഥ ടാഗോറും ദേശീയ ഗാനവും എന്ന വിഭാഗത്തിൽ ശരിയായത്. ഇന്ത്യയുടെ ദേശീയ ഗാനം ടാഗോറാണ് രചിച്ചത്. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോറും ദേശീയ ഗാനം എന്ന വിഭാഗത്തിൽ ശരിയായത്. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ബംഗ്ലാദേശിലെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ലാ ടാഗോർ ആണ് രചിച്ചത്. വർത്തമാന പത്രവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം കണ്ടെത്തുക. ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യ ദിനപത്രം. മുംബൈ സമാജ പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രമാണ്. അപ്പം ബംഗാൾ ഗസറ്റാണ് ഇന്ത്യയിലെ ആദ്യ ദിനപത്രം. മുംബൈ സമാജ പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ദിനപത്രമാണ്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും പട്ടികയിൽ ശരിയായവ. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് കോട്ടയമാണ്. HMT ലിമിറ്റഡ് എറണാകുളമാണ്. താഴെ തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതിയുടെയും അവയുമായി ബന്ധപ്പെട്ട നദികളുടെ പട്ടികയിൽ ശരിയായത്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി നദി, ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പമ്പ നദി. തന്നിരിക്കുന്ന പട്ടികയിൽ നിന്ന് കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചത്. ഒന്ന് എന്ന് വെച്ചാൽ തുഞ്ചൻ സ്മാരകം തിരൂർ, കുഞ്ചൻ സ്മാരകം കിളികുറിശി മംഗലം. തുഞ്ചൻ സ്മാരകം തൃശ്ശൂർ, തുഞ്ചൻ സ്മാരകം തിരൂർ, കുഞ്ചൻ സ്മാരകം കിളികുറിശി മംഗലം. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ കവിതകളും കവികളും ചുവടെ തന്നിരിക്കുന്നു. ശരിയായത് വിശ്വദർശനം G ശങ്കരക്കുറുപ്പ്, മുത്തശ്ശി N ബാലാമണി അമ്മ. കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവസ്ഥാനവും അടിസ്ഥാനമാക്കി ശരിയായ ഉത്തരം പമ്പ, പുളിച്ചിമല, ചാലക്കുടി പുഴ, ആനമല. പശ്ചിമഘട്ടം കടന്നു പോകുന്ന ചില സംസ്ഥാനങ്ങൾ താഴെ തന്നിരിക്കുന്നു. ശരിയായ തിരഞ്ഞെടുക്കുക. ഗോവയും കർണാടകയും ആണ്. കുടുംബശ്രീ സംവിധാനത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ തിരഞ്ഞെടുക്കുക. സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള ദാരിദ്ര്യനിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് രൂപം നൽകിയ സാമൂഹ്യ സന്നദ്ധ സംഘടനാ സംവിധാനമാണ് കുടുംബശ്രീ. ഈ സാമൂഹ്യ സംഘടനാ സംവിധാനത്തിന് ഭരണസമിതി തെരഞ്ഞെടുപ്പ് 3 വർഷത്തിലൊരിക്കൽ നടത്തേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡി പീച്ചി വാഴാനി വന്യജീവി സങ്കേതം തൃശ്ശൂർ, നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം. ഇത് രണ്ടും ശരിയാണ്. ഒന്നാം EMS മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളും ഉൾപ്പെടെയുള്ള ലിസ്റ്റുകൾ ശരിയായത്. PK ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണം, ഡോക്ടർ AR മേനോൻ ആരോഗ്യം. അപ്പോൾ PK ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണം, ഡോക്ടർ AR മേനോൻ ആരോഗ്യം. കേരളത്തിലെ സ്പോർട്സ് സ്റ്റേഡിയങ്ങൾ അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും കാണിച്ചിരിക്കുന്നതിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. ആൻസർ 1ഉം 3ഉമാണ്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചി, ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം തിരുവനന്തപുരം. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചി, ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം തിരുവനന്തപുരം. നവോത്ഥാന നായകരും കൃതികളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. വൈകുണ്ഠസ്വാമികൾ അഖിലത്തിരുട്ട്, ചാവറ കുര്യാക്കോസ് ഏലിയാസ് ആത്മാനുതാപം. അപ്പോൾ നവോത്ഥാന നായകരും കൃതികളിലും വൈകുണ്ഠസ്വാമികൾ അഖിലത്തിരുട്ട്, ചാവറ കുര്യാക്കോസ് ഏലിയാസ് ആത്മാനുതാപം ആണ്. കേരളത്തിലെ പത്രങ്ങളും അവയുമായി ബന്ധപ്പെട്ട വ്യക്തികളും തന്നിരിക്കുന്നു. ശരിയായത് മാതൃഭൂമി KP കേശവ മേനോൻ, കേരള കൗമുദി CP കുഞ്ഞിരാമൻ. നാടകങ്ങളും അവയുടെ രചയിതാക്കളുമാണ്. ശരിയായിട്ടുള്ളത് ഋതുമതി പ്രേംജിയാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാട്.
നവോത്ഥാന ചിന്തകരും യഥാർത്ഥ പേരുകളുമാണ് തൈക്കാട് അയ്യ സുബ്ബരായൻ, ചിന്മാനന്ദ സ്വാമികൾ, ബാലകൃഷ്ണ മേനോൻ. സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയെക്കുറിച്ച് കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്: 1863 തിരുവനന്തപുരത്തിനടുത്ത് വേങ്ങാനൂരിൽ ജനിച്ചു. 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ: മന്നത്ത് പത്മനാഭനെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത്: നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി നായർ വൃദ്ധജന സംഘം രൂപീകരിച്ചു. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച് മന്നത്തിൻ്റെ നേതൃത്വത്തിൽ സവർണജാഥ നടത്തി. EMS നമ്പൂതിരിപ്പാട് എഴുതിയ കൃതികളുടെ കൂട്ടത്തിൽ പെടാത്തത് 2ഉം 3ഉമാണ്. EMSൻ്റെ കൃതികളിൽ പെടാത്തത്